ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഖാൻ്റെ പാപം മൂലം വന്ന ശാപവുമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്ന വിഷയം. ഒരാളുടെ പാപം മൂലം ജനസമൂഹം മുഴുവൻ അനർത്ഥത്തിലകപ്പെട്ടു എന്ന വസ്തുതയാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആഖാൻ ഒരാൾ പാപം ചെയ്തു, തന്മൂലം ഇസ്രായേൽ ജനത്തിനൊക്കെയും നഷ്ടം വന്നു, നാശം വന്നു. ഏതാനും പേര് മരിക്കുന്നതിന് പോലും കാരണമായി തീർന്നു ഒരാളുടെ പാപം വരുത്തിയ വീന. ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷ അനുഭവിച്ച് നിന്നാൽ, ഒരാൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നിന്നാൽ അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും വരും. എന്നതുപോലെ തന്നെ ഒരാൾ തിന്മ ചെയ്താൽ, ഒരാൾ പിശാചിനിടം കൊടുത്താൽ അതിൻ്റെ നഷ്ടവും നാശവും അനർത്ഥവും എല്ലാവർക്കും വരും എന്ന കാര്യം നാം മറന്നു കളയരുത്. ആഖാൻ പാപം ചെയ്തു, ജനത്തിനെല്ലാം നഷ്ടമുണ്ടായി, ശാപഗ്രസ്തരാവാൻ കാരണമായി തീർന്നു. ആഖാൻ പക്ഷേ പിടിക്കപ്പെട്ടു. ആഖാൻ്റെ ഡിസൊബീഡിയൻസാണ്, അനുസരണക്കേടാണ് നാശം വരുന്നതിന് കാരണമായി തീർന്നത്, ശാപം വരുന്നതിന് കാരണമായി തീർന്നത്. ഡിസൊബീഡിയൻസ്, ആഖാൻ ഒരാളുടെ അനുസരണക്കേട്, അത് ഡിഫീറ്റിലേക്ക് നയിക്കുകയാണ്, അത് നാശത്തിലേക്കും അധപ്പതനത്തിലേക്ക് നയിക്കുകയാണ്, തോൽവിയിലേക്ക് നയിക്കുകയാണ്. ഡിസൊബീഡിയൻസ് ഡിഫീറ്റിലേക്ക് നയിക്കുന്നു. അതുമൂലം ജനത്തിന് ആകെ ഡിസ്കറേജ്മെൻ്റ് ഉണ്ടായി. യോശുവ എന്ന് ജനനേതാവായ ദൈവദാസനും അത് ഡിസ്കറേജ്മെൻ്റ് ഉണ്ടാകുന്നതിന് കാരണമായി, അധൈര്യം ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു. എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളെ തുടർന്ന് ഡിസൊബീഡിയൻസ്, ഡിഫീറ്റ്, ഡിസ്കറേജ്മെൻറ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ തുടർന്ന് നാലാമത് കാര്യം സംഭവിച്ചു. ആര് മൂലം ഈ പ്രശ്നമുണ്ടായി, ആരാണ് ഈ ശാപത്തിന് ഉത്തരവാദി എന്നുള്ളത് അന്വേഷിക്കുകയും അത് ഡിസ്കവർ ചെയ്യുകയും ചെയ്തു. ഡിസ്കവറി. കഴിഞ്ഞ പ്രാവശ്യം ഈ 4 വാക്കുകളാണ് നാം ചിന്തിച്ചത്: ഡിസൊബീഡിയൻസ്, ഡിഫീറ്റ്, ഡിസ്കറേജ്മെൻറ്റ്, ഡിസ്കവറി. ഡി എന്നൊരക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ സഹായകമായിരിക്കും. എവിടെ ഡിഫീറ്റ് ഉണ്ടാകുന്നോ, എവിടെ പരാജയം ഉണ്ടാകുന്നോ, എന്താണ് കാരണമെന്ന് നാം സ്വയം നോക്കുന്നത് നല്ലതാണ്. എന്താണ് എനിക്ക് ഈ തോൽവി വരാൻ കാരണം? ഞങ്ങളുടെ കുടുംബത്തിന് ഈ അപകടം വരാൻ കാരണം എന്താണ്? ഞങ്ങളുടെ കുടുംബത്തിൽ ഈ നഷ്ടം വരാൻ കാരണം എന്താണ്? ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അനർത്ഥം വരാൻ കാരണം എന്താണ്? നാം അത് അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് അത് കണ്ടെത്താൻ കഴിയും. ഡിസ്കവറി. അതാണ് നാം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. നമുക്ക് വായിക്കാം. അങ്ങനെ യോശുവ അതികാലത്തെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യഹൂദാ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദാ ഗോത്രത്തെ കുലം കുലമായി വരുത്തി. സർഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ സർഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. സബ്ദി പിടിക്കപ്പെട്ടു. അവന്റെ കുടുംബത്തെ ആളാമ്പ്രതി വരുത്തി. യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാൻ പിടിക്കപ്പെട്ടു. ഒന്നൊന്നായി പിടിക്കപ്പെട്ടു വന്ന് ആഖാൻ പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാം ഏത് സ്ഥലത്ത് ഒളിച്ചിരുന്നാലും, എവിടെയെല്ലാം മറഞ്ഞിരിക്കാൻ നോക്കിയാലും നമ്മുടെ പാപം പിടിക്കപ്പെടും. ഈ ലോകത്തിൽ വെച്ച് തന്നെ പിടിക്കപ്പെടാം, ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയതിന് ശേഷവും പിടിക്കപ്പെടാം. ഈ ലോകത്തിൽ വെച്ച് പിടിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയതിന് ശേഷം നിത്യതയിൽ നാം പിടിക്കപ്പെടും, സംശയമില്ല. നിത്യതയിൽ പിടിക്കപ്പെടുന്നതാണ് ന്യായവിധി ദിവസം എന്ന് പറയുന്നത്. ന്യായവിധി ഏത് മനുഷ്യനും ന്യായവിധിയായി നേരിടേണ്ടി വരും. ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാൻ പിടിക്കപ്പെട്ടപ്പോൾ യോശുവ ആഖാനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നമുക്ക് വായിക്കാം. യോശുവ ആഖാനോട്, മകനെ,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. നീ എന്ത് ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ആഖാനോട് യോശുവ പറഞ്ഞു, ജനനായകനായ യോശുവ പറഞ്ഞു, ജനത്തെ നയിച്ചു കൊണ്ടുവന്ന യോശുവ പറഞ്ഞു, ആഖാനോട് പറഞ്ഞു, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ മഹത്വം കൊടുക്കുക, നീ ദൈവഭയമുള്ളവനാകുക, ദൈവവിശ്വാസമുള്ളവനാകുക, ദൈവഭയമുള്ളവനാകുക, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക. നീ എന്ത് ചെയ്തു എന്ന് പറയുക, ദൈവത്തോട് നീ ഏറ്റു പറയുക. ദൈവത്തിൻ്റെ അഭിഷിക്തനായ എന്നോട് നീ മറച്ചു വയ്ക്കുകയും അരുത്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ ഈ ഭൂമിയിൽ ദൈവവേല ചെയ്യുന്നു, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. നീ എന്താണ് ചെയ്തത് എന്ന് നിൻ്റെ കുറ്റം നീ ഏറ്റുപറയുക, ദൈവത്തോട് ഏറ്റുപറയുക, അനുതാപത്തോട് ഏറ്റുപറയുക. ദൈവത്തോട് ഏറ്റുപറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആഖാൻ ദൈവഭയമില്ലാത്തവനായിരുന്നു, അതുകൊണ്ടാണ് യോശുവ അത് പറഞ്ഞത്. ദൈവഭയമില്ലാത്തവനായിരുന്നു, ദൈവ ബോധമില്ലാത്തവനായിരുന്നു, ഒരു ദൈവം കാണുന്നുണ്ട് എന്ന ചിന്തയില്ലാത്തവനായിരുന്നു, ദൈവം അറിയുന്നുണ്ട് എന്ന വിചാരമില്ലാത്തവനായിരുന്നു, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട് എന്ന ചിന്തയില്ലാതെയാണ് ആഖാൻ ഇതെല്ലാം ചെയ്തത്. ദൈവത്തിന് നീ മഹത്വം കൊടുക്കുക. ഇന്ന് അനേകം ആളുകളും ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവഭയമില്ല, ദൈവവിചാരമില്ല, ഒരു ദൈവം ഉണ്ട് എന്ന ചിന്തയില്ല. ആ കാര്യം നമസ്കാരങ്ങൾ ഉരുവിടുന്നുണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്, കൂട്ടായ്മ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപക്ഷെ പ്രസംഗിക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, വിവിധ ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്, നാം ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ട്, പള്ളികളിൽ ആരാധനകളിൽ നാം സംബന്ധിക്കുന്നവരാണ്. പക്ഷേ നമ്മിൽ പലർക്കും ദൈവഭയമില്ല, ദൈവവിശ്വാസവുമില്ല. ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നിങ്ങൾ ചിന്തിക്കും, ഞാനൊരു നിരീശ്വരനൊന്നും അല്ലല്ലോ, എനിക്ക് ദൈവവിശ്വാസമുണ്ടല്ലോ, ഞാൻ കുരിശ് വരയ്ക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ എനിക്ക് കുഴപ്പം? ഞാൻ കൂദാശകളിൽ അനുഷ്ഠിക്കുന്നുണ്ട്, മാറാനായി പെരുന്നാളുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, പിന്നെ എനിക്കെന്താ കുഴപ്പം? പ്രിയപ്പെട്ടവരെ, നിരീശ്വരനാണ് എന്ന് പറഞ്ഞാൽ നഷ്ടം തന്നെ, മഹാനഷ്ടം തന്നെ. ഞാൻ ഓർക്കുന്നു, ഫ്രഞ്ച് റെവല്യൂഷനിലേക്ക് ഫ്രഞ്ച് ജനതയെ നയിച്ച വോൾട്ടയർ എന്ന് പറയുന്ന ആ തത്വജ്ഞാനി ഒരു നിരീശ്വരനായിരുന്നു. വോൾട്ടയർ ഒരു അവസരത്തിൽ പറഞ്ഞു, ക്രിസ്തുമതം പണിതെടുക്കുന്നതിന്, ക്രിസ്തീയ വിശ്വാസം പണിതെടുക്കുന്നതിന് 12 മുക്കുവത്തൊഴിലാളികൾ വേണ്ടി വന്നു. എന്നാൽ ഈ ക്രിസ്തീയ വിശ്വാസത്തെ കടപുഴക്കി എറിയാൻ ഈ ഒരു ഫ്രഞ്ചുകാരൻ മാത്രം മതി എന്ന് പറഞ്ഞതാണ്. വോൾട്ടയർ പറഞ്ഞതാണ്. ക്രിസ്തുമതത്തെ പണിതെടുക്കാൻ, ക്രിസ്തു വിശ്വാസത്തെ പണിതുയർത്തിയെടുക്കാൻ 12 മുക്കുവത്തൊഴിലാളികൾ വേണ്ടി വന്നു. 12 ഫിഷർമെൻ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. എല്ലാവരും മുക്കുവത്തൊഴിലാളികളല്ല, പക്ഷേ ഈ വോൾട്ടയർ പറഞ്ഞത് അങ്ങനെയാണ്. 12 മുക്കുവത്തൊഴിലാളികൾ വേണ്ടി വന്നു. എന്നാൽ ഒരൊറ്റ ഫ്രഞ്ചുകാരൻ മതി ഈ ക്രിസ്തു വിശ്വാസം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ. എന്നാൽ കേൾക്കണമോ നിങ്ങൾക്ക്? വോൾട്ടയർ ഇത് പറഞ്ഞു കഴിഞ്ഞ് അധികം കാലങ്ങൾ കഴിഞ്ഞില്ല. എവിടെ ഇരുന്നു കൊണ്ട് വോൾട്ടയർ ഇത് പറഞ്ഞോ? വോൾട്ടയർ പറഞ്ഞ ആ കെട്ടിടം എവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞോ അവിടം, ആ കെട്ടിടം ഇന്ന് യൂറോപ്പിലേക്ക് മുഴുവൻ ബൈബിൾ വിതരണം ചെയ്യുന്ന വലിയ ബൈബിൾ ഗ്രന്ഥശേഖരത്തിൻ്റെ ആസ്ഥാനമാണ്. ദൈവത്തിന് സ്തോത്രം. വോൾട്ടയർ എന്ന് തുടർന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ബൈബിൾ മിഥ്യയാണെന്ന് ലോകം കാണും. പരിഷ്കാരം വളരുമ്പോൾ, സംസ്കാരം ഉയരുമ്പോൾ ഈ ബൈബിളിനെ പരിഷ്കൃത ലോകം പുറന്തള്ളും. ഒരൊറ്റ പുസ്തകം പോലും കാണാൻ കിട്ടാതാകും. ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തെ കടപുഴക്കി എറിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ന് ബൈബിൾ സൊസൈറ്റിയുടെ ഗ്രന്ഥശേഖരമാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര ദൈവനിഷേധികൾ കാലത്തിൻ്റെ മാറാലിയിൽ തങ്ങിയും തളർന്നും ഉടഞ്ഞും ജീവിതം ഏറ്റവും ശൂന്യമായും ഏറ്റവും നിസ്സാരമായും ഏറ്റവും ഹീനമായും അധപ്പതിതമായ അവസ്ഥയിൽ കഴിച്ചുകൂടേണ്ടി വന്നു. എന്നാൽ പ്രിയരെ കേൾക്കൂ, കർത്താവായ യേശുക്രിസ്തു മാറ്റമില്ലാത്തവനായി ഇന്നും ജീവിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
അവനെ തിരുത്തുവാൻ യത്നിച്ചുകൊണ്ട്, അവനെ നിത്യശോഭന തീരത്തെത്തിക്കുവാൻ അധ്വാനിച്ചുകൊണ്ട് കരുണയുള്ള കർത്താവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തു ജീവിക്കുന്നു. പാപം മറയ്ക്കാൻ നോക്കിയാലും മറയുകയില്ല. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ദൈവഭയമുള്ളവരായി തീരുക. അവസാന കാലത്ത് വോൾട്ടയർ മരിക്കാൻ കിടക്കുമ്പോൾ വോൾട്ടയറിൻ്റെ മരണശൈലിയിൽ ശുശ്രൂഷിച്ച നേഴ്സ് പറഞ്ഞു, ഈ ഫ്രാൻസിലെ സ്വത്ത് മുഴുവൻ തന്നാലും ഇനി ഞാനൊരു നിരീശ്വരനെ മരണക്കിടക്കയിൽ ശുശ്രൂഷിക്കുകയില്ല. എനിക്ക് വേണ്ട സമ്പത്ത്, എനിക്ക് വയ്യ ഈ ദുരിതം കാണാൻ, എനിക്ക് വയ്യ ഈ ദുഃഖം കാണാൻ, എനിക്ക് വയ്യ ഈ നൈരാശ്യം കാണാൻ. ഒരു നിരീശ്വരനെ മരണക്കിടക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയില്ല. പിടിവിട്ടവനായി, ആശയറ്റവനായി, നിത്യതയിലേക്ക് മാറിപ്പോകുന്ന നിരീശ്വരൻ്റെ ദയനീയമായ അന്ത്യം. കേൾക്കൂ, വോൾട്ടയർ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയുടെ അരികത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യവൃന്ദവും എല്ലാം ചുറ്റി നിൽക്കുകയായിരുന്നു. കണ്ണടച്ച് കിടക്കുകയാണ് വോൾട്ടയർ. എപ്പോഴോ കണ്ണു തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, നിങ്ങൾ ഒരു ഉപകാരം ചെയ്യാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്തു വിശ്വാസിയെ വിളിച്ചുകൊണ്ട് വരാമോ? അവർ പറഞ്ഞു, അയ്യോ അങ്ങ് എന്താണ് ഈ പറയുന്നത്? ക്രിസ്തുവിനെ നിഷേധിച്ചതല്ലേ, അതല്ലേ നാം പഠിച്ചതും പഠിപ്പിച്ചതും, ബൈബിളിനെ നാം തള്ളിയതല്ലേ, ഇനിയിപ്പോൾ ക്രിസ്തു വിശ്വാസി വിളിച്ചുകൊണ്ട് വരുമോ? അയ്യോ, ഞാൻ അസഹിക്കുന്ന വേദന നിങ്ങൾ അറിയുന്നില്ല, എൻ്റെ യാതന നിങ്ങൾ അറിയുന്നില്ല. ഒരു ക്രിസ്തു വിശ്വാസി ഒന്ന് വിളിച്ചുകൊണ്ട് വരുമോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? അവർ പോയില്ല. അദ്ദേഹം അവരെ ശപിച്ചു. ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോ? അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോ? ചികിത്സിച്ച ഡോക്ടറോട് അദ്ദേഹം ചോദിച്ചു, ഡോക്ടറെ എനിക്ക് 6 മാസം ആയുസ് നീട്ടി കിട്ടുമോ? 6 മാസം. നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഇത്രയും കാലം നഷ്ടപ്പെടുത്തിപ്പോയി. ക്രിസ്തു സാക്ഷാൽ ദൈവമാണ് തെളിയിച്ചുകൊണ്ട് എനിക്കൊന്ന് ലോകത്തെ വിളിച്ചറിയിച്ച് എൻ്റെ ജീവിതത്തിൽ ഒന്ന് പോയ പാകപ്പിഴകളൊന്ന് ഏറ്റുപറയാൻ 6 മാസം എനിക്ക് കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു 6 ആഴ്ച പോലും ആയുസുള്ളതായി മെഡിക്കൽ സയൻസ് പറയുന്നില്ല. കണ്ടച്ച് കിടക്കുകയാണ്. വോൾട്ടയർ മരിക്കാറായി കിടക്കുകയാണ്. എപ്പോഴോ കണ്ണു തുറന്നു. അടുക്കളുള്ളവരോട് പറഞ്ഞു, ഏങ്ങലടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, എന്തോ എല്ലാം പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഓ ഐ ആം സിങ്കിങ് ഡീപ്പ് ഇൻ ദ ഫയർ ഓഫ് ഹെൽ. അയ്യോ, ഞാൻ താണു പോകുന്നു, നരകത്തീയിലേക്ക് ഞാൻ താണു പോകുന്നു. ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ? എന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? ഈ നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? താണു പോകുന്നല്ലോ ഞാൻ, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. നരകാഗ്നിയിലേക്ക് ഞാൻ താണു പോകുന്നല്ലോ. മരണത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ നരകാഗ്നിയാണ് കാണുന്നത്. അപ്പുറം മരണത്തിൻ്റെ അപ്പുറത്തുള്ള നരകാഗ്നി കാണുകയാണ്. നരകത്തിൻ്റെ ഭീകരമായ ദുരിതം കാണുകയാണ്. മരിച്ചില്ല, അതിന് മുമ്പ് തന്നെ കാണുകയാണ്. അയ്യോ, ഞാൻ താണു പോകുന്നു, എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, ഞാൻ താണു പോകുന്നു, നരകാഗ്നിയിലേക്ക് ഞാൻ താണു പോകുന്നു പറഞ്ഞുകൊണ്ട് വോൾട്ടയർ മരിച്ചു. നിരാശയോടെ മരിച്ചു. ദൈവഭയമുള്ളവരാകുക. ദൈവഭയം. ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക, ദൈവത്തെ വിശ്വസിക്കുക. എന്നെ കാണുന്നൊരു ദൈവം, എൻ്റെ അകവും പുറവും കാണുന്ന ദൈവം. നിത്യനായ ദൈവത്തെ മറക്കരുത്. ദൈവത്തെ ഭയന്ന് ജീവിക്കുക. ഓരോ നിമിഷവും ഈ ദൈവം എന്നെ കാണുന്നു, എൻ്റെ ഓരോ ചിന്തകളും ദൈവം കാണുന്നു, എൻ്റെ ഓരോ വാക്കുകളും ദൈവം കാണുന്നു, കേൾക്കുന്നു, എൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നു, കേൾക്കുന്നു. എൻ്റെ കർത്താവേ, നീ കാണാതെ ഒന്നുമില്ല, നിന്നെ മറയ്ക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ഭയത്തോടു കൂടി ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആഖാൻ പിടിക്കപ്പെട്ടു. ഡിസ്കവറി. അപ്പോൾ എന്തുണ്ടായി? അപ്പോൾ ഉണ്ടായതാണ് കൺഫെഷൻ, ഏറ്റുപറച്ചിൽ. കൺഫെഷൻ ഉണ്ടായി. നമുക്ക് വായിക്കാം. ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ യഹോവയോട് പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കെൽ വെള്ളിയും 200 ശേക്കെൽ വെള്ളിയും 50 ശേക്കെൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി എന്നല്ല പറഞ്ഞത്. ഇന്ന് പലരും പാവം ഏറ്റു പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ പാവമായിരുന്നു, ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി, ഞാൻ മഹാപാവം ചെയ്തു പോയി. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുകയാണ്, പൊതുവായി പറയുകയാണ്. അങ്ങനെയല്ല പാവം ഏറ്റു പറയേണ്ടത്. ഞാൻ
കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പെൺകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എൻ്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കൃത്യമായിട്ടാണ് പാവയേറ്റ് പറഞ്ഞത്. പാപത്തിൻ്റെ സാഹചര്യം, ഇന്നിന്ന പാപം ഇന്ന വിധത്തിൽ വന്നുപോയി, എനിക്ക് അശുദ്ധിയുണ്ട്, എനിക്ക് കോപമുണ്ട്, എനിക്ക് വഴക്കുണ്ട്, എനിക്ക് പിണക്കമുണ്ടെന്ന് അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് മോഷണമുണ്ട്, എനിക്ക് അസത്യമുണ്ട്, എനിക്ക് വ്യാജമുണ്ട്, ഇങ്ങനെയല്ല പറഞ്ഞത്. ഇന്ന പാപം ഇന്ന വിധത്തിൽ എനിക്ക് വന്നു, ഇന്ന പാപം ഇന്ന വിധത്തിൽ എനിക്ക് വന്നു. കൃത്യമായി ഈ പാവം ഏറ്റു പറയുകയാണ്. വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പെൺകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു, മറവ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കൃത്യമായി പാപം ഏറ്റു പറഞ്ഞു. സഹോദരങ്ങളെ, പാപം ഏറ്റു പറഞ്ഞു, എന്നാൽ പാപം ക്ഷമിച്ച് കിട്ടിയില്ല. അതെന്താണ്? കൃത്യമായിട്ടാണല്ലോ പാപം ഏറ്റു പറഞ്ഞത്, പറയേണ്ടതുപോലെയാണല്ലോ പാപം ഏറ്റു പറഞ്ഞത്. പക്ഷേ ആഖാൻ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് പാപം ഏറ്റു പറയുന്നത്. പിടിക്കപ്പെട്ടതിന് ശേഷമാണ് പറയുന്നത്. തലേ ദിവസം യോശുവ നിലത്ത് വീണ് കിടന്ന്, ദൈവമേ ഞങ്ങൾക്ക് ഈ നാശം വന്നത് എന്ത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആഖാൻ ഓടി വരാമായിരുന്നു. ആഖാൻ വന്ന് മുട്ടുമടക്കാമായിരുന്നു. ആഖാൻ വന്ന് യോശുവയുടെ മുമ്പിൽ വീണ് കിടന്നിട്ട് പറയാമായിരുന്നു, ഞാനാണ് ഉത്തരവാദി, ഞാൻ മൂലമാണ് ഇസ്രായേൽ ജനത്തിന് മുഴുവൻ നാശം വന്നിരിക്കുന്നത്, ഞാൻ മൂലമാണ് ഈ ശാപമെല്ലാം വന്നിരിക്കുന്നത്, ഞാനാണ് ഉത്തരവാദി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, ഒരിക്കലും വരരുതാത്തൊരു പാവം എനിക്ക് വന്നു കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതായിരുന്നു, ഞാൻ ഡിസൊബീഡിയൻസ് കാണിച്ചു, ഞാൻ അനുസരണക്കേട് കാണിച്ചു, എൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് ഈ ശാപമെല്ലാം വന്നിരിക്കുന്നത്, ഇന്ന തെറ്റാണ് എനിക്ക് വന്നത്, ഇന്ന കാര്യങ്ങൾ വന്നു. ഞാൻ ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ തൂക്കമുള്ള വെള്ളിയും 50 ശേക്കലുള്ള പൊന്നും കണ്ടു, മോഹിച്ചു, എടുത്തു, മറവ് ചെയ്തു. ആഖാന് കുറച്ചുകൂടി നേരത്തെ പറയാമായിരുന്നു. പറയേണ്ട സമയത്ത് പറയണം. പിടിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. പറയേണ്ട സമയത്ത് വേഗം പറഞ്ഞുകൊള്ളുക, വേഗം ഏറ്റു പറഞ്ഞുകൊള്ളുക, വ്യസനത്തോടെ ഏറ്റു പറയുക, അനുതാപത്തോടെ ഏറ്റു പറയുക, ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് ഏറ്റു പറയുക, എനിക്ക് മാപ്പ് തരണമെന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാനൊരു കഥ വായിച്ചു. ചെറിയൊരു കഥയാണ്, ലളിതമായൊരു കഥ. ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി അവൻ മാതാപിതാക്കൾക്കെല്ലാം കണ്ണിലുണ്ണിയാണ്. നല്ല സമർത്ഥനായ ഒരു കുട്ടിയാണ്. 5-6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വീട്ടിൽ അപ്പനും അമ്മയും ഇല്ലാത്ത സമയമായിരുന്നു. അവൻ അലമാരിയിൽ നിന്ന് ഒരു കുപ്പി എണ്ണയെടുത്തു. ഒരു കൗതുകത്തിന് വേണ്ടിയാണ്. എണ്ണയെടുത്ത് അവൻ മുറിയിൽ അങ്ങ് ഒഴിച്ചു. എണ്ണയല്ലേ, അത് മുറിയിലാകെ പരന്നു. അവന് വളരെ സൂക്ഷിച്ചു വേണ്ടി വന്നു മുറിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ. കാരണം തെന്നി വീഴാവുന്നതാണ്. എണ്ണ ഇങ്ങനെ മുറിക്കകം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. എണ്ണ മുഴുവൻ മുറിയിൽ കിടക്കുന്നു. അപ്പോഴാണ് അവൻ മനസ്സിലായി, വലിയ തെറ്റുപറ്റിയല്ലോ, അബദ്ധമായി പോയല്ലോ. അമ്മ താമസിയാതെ വരും. അമ്മ വരുമ്പോൾ ഈ മുറിയിലേക്ക് വരുമ്പോൾ അമ്മ തെന്നി വീഴും. അയ്യോ, എന്ത് ചെയ്യും? അവൻ ആദ്യം ചെയ്തത്, അവിടെ പിള്ളേരെ അടിക്കാൻ വെച്ചിരിക്കുന്നൊരു വടിയുണ്ട്, നല്ല ചൂരൽ വടി. കുസൃതി കാണിക്കുന്ന പിള്ളേരെ അടിക്കാൻ അമ്മ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊരു വടിയാണ്. ആ വടി അവനെടുത്തു. അവൻ എന്നിട്ട് വടി എടുത്തുകൊണ്ട് അവൻ ഗേറ്റിങ്ങിൽ പോയി നിന്നു. ഗേറ്റിങ്ങിൽ പോയി നിൽക്കുകയാണ്. അമ്മ വന്ന പാട് ചോദിച്ചു, മോൻ എന്തി ഇവിടെ വന്ന് നിൽക്കുന്നേ? അവൻ കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നാ മോനെ, എന്നാ പറ്റിയത്? അമ്മേ, ഞാൻ ആ അലമാരിയിൽ നിന്ന് ആ എണ്ണക്കുപ്പി എടുത്തു. എന്നിട്ട് ഞാൻ ആ എണ്ണക്കുപ്പി കമഴ്ത്തി, മുറിക്കകത്തല്ല എണ്ണ വീണു. അമ്മ അവനെ നേരെ നിശിതമായി നോക്കി, ഇത്തിരി കർക്കശമായി നോക്കി. അവനുടനെ ഈ വടി അങ്ങ് കാണിച്ചു. അമ്മ, എന്നെ തല്ലിക്കോ, ഞാൻ ചെയ്തത് തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആ അമ്മ ആ മോനെ കെട്ടിപ്പിടിച്ചു, അവന് നെറുകയിൽ ഉമ്മ വെച്ചു. മോനെ, സാരമില്ല, അമ്മയെ തൂത്ത് തുടച്ച് കളഞ്ഞുകൊള്ളാം, സാരമില്ല. പ്രിയപ്പെട്ടവരെ, തെറ്റ് സംഭവിച്ചാൽ സംഭവിച്ചു എന്ന് ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നാം ഈ ഭൂമിയിൽ ആരോടെങ്കിലുമാണ് തെറ്റ് ചെയ്തെങ്കിൽ അവരോട് ഏറ്റുപറയണം. ലജ്ജ കൂടാതെ ഏറ്റുപറയണം. ഹൃദയ വിഷാദത്തോടെ, അനുതാപത്തോടെ ഏറ്റുപറയണം. മനം തകർച്ചയോടെ ഏറ്റുപറയണം. ഭാര്യ ഭർത്താവിനോട് ഏറ്റുപറയേണ്ടി വരും.
ഭർത്താവ് ഭാര്യയോട് ഏറ്റു പറയേണ്ടി വരും. മാതാപിതാക്കൾ പോലും മക്കളോട് ഏറ്റു പറയേണ്ടി വരും. ചിലപ്പോൾ മക്കൾ മാതാപിതാക്കളോട് ഏറ്റു പറയേണ്ടി വരും. അധ്യാപകർ വിദ്യാർത്ഥികളോട് ഏറ്റു പറയേണ്ടി വരും. അങ്ങനെയുണ്ടോ? ഉണ്ട്, അങ്ങനെയും വരും. വിദ്യാർത്ഥികൾ അധ്യാപകരോട് ഏറ്റു പറയേണ്ടി വരും. ജോലി സ്ഥലത്ത് പരസ്പരം ഏറ്റു പറയേണ്ടി വരും. രക്ഷ വേണമെങ്കിൽ, ശാപം മാറണമെങ്കിൽ, ഭാവിയിലെ ദോഷങ്ങൾ മാറണമെങ്കിൽ, തലമുറകൾക്കുള്ള അനർത്ഥം മാറണമെങ്കിൽ, തലമുറകൾക്ക് വരാവുന്ന കേടുകൾ മാറണമെങ്കിൽ തെറ്റുകൾ തക്ക സമയത്ത് അനുതാപത്തോടെ ഏറ്റു പറയുക. വേഗം വേഗം നമ്മെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുക. കരടുകളെല്ലാം എടുത്ത് മാറ്റിക്കൊള്ളുക. ഒരു കരടും ബാക്കിയിരിക്കരുത്, ഒരു കരടും ബാക്കിയിരിക്കരുത്. എല്ലാം മാറ്റിക്കൊള്ളുക. വളരെ ശ്രദ്ധേയമായൊരു കഥ വായിച്ചു. കൊച്ചുകുട്ടികൾക്കുള്ള കഥയാണ്. പ്രായമായ നിങ്ങൾ പലർക്കും അത് അത്ര താല്പര്യം വരണമെന്നില്ല. കാരണം ചെറിയ കൊച്ചുകുട്ടികൾക്കുള്ള കഥയാണ്. ഒരു വീട്, വളരെ നല്ല വീടാണ്. വളരെ നല്ല ആഭിജാത്യമുള്ള സമ്പന്നമായൊരു വീടാണ്. ധാരാളം നിലംപുരയിടങ്ങളും കൃഷികളെല്ലാം ഉള്ള വീട്. അവിടെ ആടുകളുണ്ട്, പശുക്കളുണ്ട്, കോഴിയുണ്ട്. അങ്ങനെ നല്ല നല്ല എല്ലാ ചട്ടം കെട്ടുകളും സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു മോനുമുണ്ട്. വീട്ടിലെ അടുക്കള കാര്യങ്ങളൊക്കെ ജോലിയിൽ സഹായിക്കാൻ ഒരു കൊച്ചനെ വേലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. ഞാൻ വായിച്ച ഇതിൽ ആ കൊച്ചൻ്റെ പേര് കോരൻ എന്നാണ്, വേലക്കാരൻ. ആ വീട്ടിലെ മോൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഈ അപ്പനും അമ്മയും വീട്ടിൽ ഗൗരവമുള്ള കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്നു. അപ്പൻ ജോലിക്ക് പോകുക മറ്റോ ചെയ്യുന്നു, എന്തോ ബിസിനസ്സോ കാര്യങ്ങളൊക്കെയാണ്, അത് ഓഫീസിൽ മറ്റോ ആണ്. അമ്മ വീട്ടിൽ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നു, വീട്ടമ്മയാണ്. ഒരു ദിവസം പറമ്പിൽ ഈ ജെയിംസ്, വീട്ടിലെ മോൻ, പറമ്പിലൂടെ നടക്കുമ്പോൾ കോഴികൾ ഇങ്ങനെ അവിടെ എന്തോ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കുന്നു. അവനെന്തോ രസം തോന്നി ഈ കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു. ഒരു കോഴിയുടെ തലയ്ക്ക് കൊണ്ടു. കൊച്ചനല്ലേ, അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. കോഴി തല കറങ്ങി അവിടെ വീണു. അവൻ ചുറ്റും നോക്കി, ഭാഗ്യം, ആരും കണ്ടില്ല. കുറേയേറെ കോഴിയുണ്ട് താനും, ആരും കണ്ടില്ല. ഭാഗ്യമായിപ്പോയല്ലോ എന്നോർത്തു. പെട്ടെന്ന് അവൻ അവിടെ ഒരു ചെറിയ മണ്ണ് മാറ്റി ചെറിയൊരു കുഴി പോലെ കുഴിച്ചിട്ട് കോഴി അതിനകത്ത് മറച്ച് അതിനകത്ത് കുഴിച്ചിട്ടിട്ട് അവൻ കുറേ കരിയിലൊക്കെ എടുത്തിട്ടു. ആരും കണ്ടില്ല, ഭാഗ്യമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് രാവിലെ വീട്ടിൽ വെള്ളം കോരണം, മുറ്റം തൂക്കണം, പാത്രം കഴുകണം, പല പല ജോലികളുണ്ടല്ലോ. കോരൻ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങുകയാണ്. കോരൻ ജെയിംസിനെ വിളിച്ചു. ജെയിംസും വന്നു വിളിച്ചു, നീ ആ മുറ്റം ഒന്ന് തൂത്തിട്ട് വാ. ഞാനല്ലോ, നീയല്ലേ മുറ്റം തൂക്കുന്നത്? അല്ല, ഇന്ന് മുതൽ നീയാ മുറ്റം തൂക്കുന്നത്. നീ എന്ത് അക്രമമായി പറയും? ഞാനല്ലല്ലോ, നീയല്ലേ മുറ്റം തൂക്കാറ്? അതെ, ഇന്ന് വരെ അങ്ങനെ തൂത്തിരുന്നു, ഇനി നീ തൂക്കണം. ജെയിംസ് പറഞ്ഞു, നീ എന്താ അങ്ങനെ പറയുന്നത്? അല്ല, വേണ്ട. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നലെ നീ ആ കോഴി എറിഞ്ഞ് വീഴ്ച കാര്യം ഞാൻ നിൻ്റെ അപ്പനോട് പോയി പറയും. വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട, മര്യാദയ്ക്ക് ജോലി ചെയ്യാമെങ്കിൽ ചെയ്തോളൂ. അയ്യോ കോരൻ, അയ്യോ നീ അത് കണ്ടായിരുന്നോ? ഇല്ലില്ല, ഞാൻ വേഗം ജോലി ചെയ്തോളാം. പാവം അന്ന് മുറ്റം അടിച്ചത് ജെയിംസ്, വീട് തറ തൂത്ത് തുടച്ചത് ജെയിംസ്. പാവം വീട്ടിലെ മോൻ അടിമപ്പണി ചെയ്യുന്നു. കോരൻ മിടുക്കനായിട്ടിരിക്കുന്നു, വേലക്കാരൻ മിടുക്കനായിട്ടിരിക്കുന്നു. എന്നും ഇത് തുടർന്നു. കുറേ ദിവസങ്ങളായി. കുറേ ദിവസങ്ങളിൽ പോയപ്പോൾ ജെയിംസ് ക്ഷീണിച്ചു. എന്തിൻ്റെ കഷ്ടം! ഇപ്പോൾ വീട്ടിലെ വേലക്കാരൻ യജമാനെ പോലെ ഇരിക്കുന്നു, ഞാൻ വേലക്കാരനെ പോലെ വേല ചെയ്യുന്നു, ഞാൻ അടിമപ്പണി ചെയ്യുന്നു. എന്തൊരു കഷ്ടം! ഒരു ദിവസം അത്താഴമെല്ലാം കഴിഞ്ഞു. അപ്പൻ എന്തോ വായിച്ചു കൊണ്ടോ മറ്റോ ഇരിക്കുകയാണ്. ഇവൻ മുറിയുടെ പുറത്ത് നിന്ന് പയ്യെ ഒച്ചയനക്കി. അവൻ അകത്തോട്ട് ചെല്ലാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പം മോനെ അകത്തേക്ക് വാ, എന്താ കാര്യം? പേടിച്ച് അകത്തേക്ക് വന്നു. എന്താ മോനെ, എന്താ? അവൻ കരയാൻ തുടങ്ങി, ഏങ്ങടിക്കാൻ തുടങ്ങി. മോനെ എന്താ കാര്യം? അപ്പോൾ എനിക്കൊരബദ്ധം പറ്റി. ഇന്നാൾ ഞാൻ വെറുതെ ചുമ്മാ ഒരു രസമായിട്ട് കല്ലെടുത്ത് എറിഞ്ഞതാണ്. ഒരു കോഴിയുടെ തലയ്ക്ക് കൊണ്ടു. ആ കോഴി ചത്തുപോയി. ഞാൻ അതിനെ മൂടിയിട്ടു. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. എടാ മോനെ, നോക്ക്, എന്തോരം കോഴിയുണ്ട്, ഒരെണ്ണം ചത്താലല്ല, നീ എന്തിനാ പേടിക്കുന്നത്? സാരമില്ല. അവനെ തലോലിച്ച് അവൻ്റെ പുറം തലോടി അവന് ഉമ്മയും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം പതിവ് പോലെ ഇവൻ മുറ്റം തൂക്കാനും തറ തുടയ്ക്കാനും ഒക്കെ ചെല്ലുമെന്ന് കോരൻ്റെ വിചാരം. ഇവൻ ചെല്ലുന്നില്ല. കോരൻ വിളിച്ചു, നീ എന്ത് ചെയ്യുന്നൊന്നും ചെയ്യാത്തത്? വേണമെങ്കിൽ നീ ചെയ്തോളണം, നീയല്ലേ ഇവിടുത്തെ വേലക്കാരൻ. അതായത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ആ കോഴിയെ കൊന്ന കാര്യം ഞാൻ പറയും.
നീ ആ കോഴിയെ കൊന്ന കാര്യം ഞാൻ അപ്പനോട് പോയി പറയും. നീ പോയി പറഞ്ഞു, അതിനെന്നെ കുഴപ്പം, നീ പോയി പറഞ്ഞോളണം. അപ്പോഴാണ് കോരന് വിട്ടിത്ത മനസ്സിലായത്. അവൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോരൻ ചെന്ന് പറയുന്നതിന് മുൻപ് തന്നെ ജെയിംസ് പോയി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോരൻ്റെ തന്ത്രം പൊളിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിശാച് അവകാശം പറഞ്ഞ് ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് മുൻപ് നാം നേരത്തെ ചെന്ന് പറയുക, ഇന്നത് സംഭവിച്ചു പോയി. സാത്താൻ അവകാശം പറഞ്ഞ് ചെല്ലുന്നതിന് മുൻപ് നാം ദൈവസന്നിധിയിലേക്ക് ചെന്ന്, കർത്താവേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ തെറ്റ് സംഭവിച്ചു പോയി, എണ്ണി എണ്ണി ഏറ്റു പറയുക. വേദപുസ്തകം പറയുന്നു, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കൂ. അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുക. പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. അവൻ നമ്മെ കഴുകി വെടിപ്പാക്കും. അവൻ്റെ തിരുരക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 1:7. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം. സ്നേഹിതരെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഗോകുൽത്തായിലെ കുരിശിൽ ചിന്തിയ തിരുരക്തം എൻ്റെ മേലിപ്പോൾ ഒഴുക്കണമേ. ആ തിരുരക്തത്താൽ എൻ്റെ മാലിന്യങ്ങൾ കഴുകണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴുകി മാറ്റണമേ. നാഥ, നീ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ അരുതായികൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പിശാച് അവകാശം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവൻ എന്നെ പാപത്തിൻ്റെ ചങ്ങലകളാൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. പിശാച് എന്നെ എൻ്റെ പാപത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയാണ്. അവൻ എന്നെ വലിച്ചു നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നരകാഗ്നിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ, യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കി സാത്താൻ്റെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞ് എന്നെ വിടുവിക്കണമേ. എനിക്ക് മോചനം തരണമേ. എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. നാഥ, എൻ്റെ പാവങ്ങളുടെ മേൽ കണക്കിടരുതേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ദൈവത്തോട് നിങ്ങൾ യാചിക്കൂ. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. നിങ്ങൾ പാപങ്ങളേറ്റ് പറഞ്ഞുകൊണ്ട് വന്നുപോയ പാപങ്ങൾക്ക് ന്യായീകരണം കാണാതെ, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് യാതൊന്നും നിങ്ങൾ ന്യായം പറയാതെ എല്ലാം ദൈവസന്നിധിയിൽ തുറന്നു പറയുക, ഏറ്റു പറയുക, ഉപേക്ഷിക്കുക. തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കുക. യേശുവിൻ്റെ തിരുവിലാവിനൊഴിയ തിരുരക്തത്താൽ നിങ്ങൾ മോചനം പ്രാപിക്കുക. ഇന്ന് സമാധാന ജീവിതം തുടങ്ങുക, സൗഭാഗ്യ ജീവിതം തുടങ്ങുക, സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുക. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അവിടുത്തെ ജീവദായകമായി തിരുമൊഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപം വിട്ടുള്ള പുതിയ ജീവിതത്തിന്, വിശുദ്ധ ജീവിതത്തിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.